നമസ്കാരം എല്ലാവർക്കും. ജ്യോതിഷ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ്. നമ്മുടെ കാക്കിനാട ട്രിപ്പ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മുടെ ദിണ്ടിക്കലൊക്കെ കഴിഞ്ഞു. ടോളി വന്ന് ഇവിടെ വീണ്ടും വിട്ടു. ഞാൻ ഏത് വണ്ടി കയറിയാലും ഞാൻ കയറുന്ന വണ്ടികൾ ഫസ്റ്റ് ലോങ് 3 വണ്ടികളിലൊക്കെ വിടും. നമ്മുടെ ഫാസ്റ്റാഗ് വന്നതിന് ശേഷം ജോളി വണ്ടിയിൽ ആ ഫാസ്റ്റാഗ് തുടങ്ങിയ സമയത്ത് പോയപ്പോൾ ഇതേപോലെ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് ആദിദേവിൽ ഞങ്ങൾ മറ്റേ ഇത് ബ്ലോക്കായി. ഇതിപ്പോൾ ഇതിൽ കയറിയപ്പോൾ വേണ്ട ഫാസ്റ്റാഗ് പുതിയത് മേടിച്ചു. ഇന്നലെ രാത്രി വന്നാൽ ഞാനിവിടെ രാത്രി വന്ന് ടോള് കിടക്കില്ല. അപ്പോൾ ടോള് ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തി നമ്മൾ. അപ്പോൾ ടോള് ഇപ്പോൾ ചെയ്ത് ഓക്കെ ആക്കി. അപ്പോൾ ഉള്ള ഫാസ്റ്റാഗ് അതിലുണ്ടായിരുന്ന ഫാസ്റ്റാഗ് ഇനിയിപ്പോൾ ആ ഫാസ്റ്റാഗ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പുതിയ ഫാസ്റ്റാഗ് ഒട്ടിക്കണം. അത് ചേസ് നമ്പറിലാണ് കൊടുത്തത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് യാത്ര തുടങ്ങണം. വെറുതെ ഇന്നലെ രാത്രി ഞാനൊരു 11:30-12 മണിയപ്പോൾ വന്നേ. ഇപ്പോൾ കാലത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇപ്പോഴാണ് ശരിയാക്കിയത്. അപ്പോൾ ഇനി വണ്ടി എടുത്ത് പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി യാത്ര തുടങ്ങാം. നമ്മളങ്ങനെ പുതിയ ഫാസ്റ്റാഗ് എടുത്തിട്ട് വണ്ടിയിലേക്ക് വരികയാണ് കേട്ടോ. പെട്ടതാണ്. ഞാൻ പോകുന്ന വണ്ടിയിലൊക്കെ ഞാൻ IDFC ഫാസ്റ്റാഗ് ആക്കുള്ളൂ. ഞാൻ ഇപ്പോൾ വീണ്ടും പുതുക്കിയതാക്കി. കാരണം IDFC എന്ന് പറഞ്ഞാൽ നല്ല IDFCയുടെ ബ്ലാക്ക് ബസ് നല്ല അടിപൊളി ഫാസ്റ്റാഗാണ്. നമ്മൾ ഇതിൽ കിടന്ന സാധനം കട്ടാക്കി ഇപ്പോൾ പുതിയതാക്കി. ഞാൻ കയറിയ 3ാമത്തെ വണ്ടിയിലാണിത്. ജോളിയിലും ബ്ലാക്ക് ബസ്സാക്കി, ഇതിലും ആദിദേവിലും. ഇതുണ്ട് കാറ്റാടി യന്ത്രങ്ങളാണ്. കറണ്ട് ഉണ്ടാക്കാൻ പോണ കാറ്റാടി യന്ത്രങ്ങളാണ്. നടുക്ക് നിൽക്കുന്ന വണ്ടികൾ അവർക്ക് എസ്കോട്ട് പറഞ്ഞ വണ്ടികളാണ്. ഒന്നല്ല 3-4 വണ്ടി ഉണ്ടാവും. ഇനി രാത്രി ഓടാൻ പറ്റുള്ളൂ. നോക്കിയാലേ ആദ്യം കാറ്റാട്ടെ വണ്ടി നമ്മളങ്ങനെ ഇപ്പോൾ നാമക്കൽ ഇവിടെ ഡെഫ് ഫുള്ളാക്കാൻ വേണ്ടി നിർത്തിയാണ്. കണ്ട ഗൾഫിൻ്റെ ആട്ടുബ്ലൂ ഉണ്ട് ഇവിടെ. കണ്ട 57 രൂപ 57 പെർ ലിറ്റർ. ഇത് വെറുതെ വണ്ടി ബാലൻസിൽ കുറഞ്ഞ സാധനമാണ്. പുകയിലടിക്കാണ്ട് ചെയ്യണ സാധനം അത്. ആരും കാണാനില്ല ആൾക്കാരെ. വന്നു കഴിഞ്ഞാൽ അടിച്ച് ഫുള്ളാക്കി പോയായിരുന്നു. ഇപ്പോൾ ഫുള്ളാക്കി നമുക്ക് പിന്നെ തിരിച്ചു വരുന്ന വരെ എൻ്റെ ആവശ്യമില്ലേ. ഇപ്പോൾ ഇതിപ്പോൾ ഒറിജിനൽ സാധനമാണല്ലോ. അത് നമ്മൾ ഫുൾ പണിക്ക് അടിക്കാൻ തുടങ്ങിയിട്ട് ഹാർഡ് ബ്ലൂ ഡെഫ് അടിക്കാൻ തുടങ്ങി. 11 ലിറ്റർ അടിച്ചു. 665 രൂപ. നമുക്ക് തിരിച്ചു വരുന്നപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. സ്റ്റാൻഡ് മേടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ സ്റ്റാൻഡ് നമുക്ക് പറ്റണ സാധനമൊന്നും കാണാൻ കിട്ടില്ല. എൻ്റെ മൊബൈലിരിക്കുന്ന സ്റ്റാൻഡ് വേണേ. കാരണം വെച്ചാൽ ഷെയ്ക്കാണ് സ്റ്റാൻഡ് കിട്ടണേ. നമ്മൾ ഡെഫൊക്കെ ഫുള്ളാക്കി പോട്ടെ. നമ്മളങ്ങനെ സേലം കഴിഞ്ഞ് ആത്തൂർ റോട്ടിക്ക് വരും. നമ്മളിപ്പോൾ ആത്തൂർ വഴിക്കണം പോകണം. ഈ റോട്ടിക്ക് വരുമ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട്. ആത്തൂർ വഴിക്കണം പോകണം. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പോയ വീഡിയോ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ പിന്നെ അടുത്തുള്ള വീഡിയോകളൊന്നും പിടിക്കാത്ത. നല്ല ബ്ലോക്കാ. ഇതാണ് മഞ്ചവാടി ടൈഗർ റിസർവ്. ഇവിടെ മുകളിൽ വലിയൊരു ബെഡ അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ ഈ നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ അരുണാചൽ പ്രദേശ് പോയപ്പോൾ എൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. മറ്റേ അവിടെ ഈ എന്താ പറയുക ആടിനെ ബലി കൊടുക്കണതൊക്കെ ഉണ്ട്. അതാണ് മഞ്ചവാടി റിസർവ്. നല്ല ഗംഭീര ബ്ലോക്ക് മഞ്ചവാടി ഫോറസ്റ്റിൽ. അത് റോഡ് പണിയാണ് ഇവിടെ. അത് കാരണമാണ് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവല്ല ആക്സിഡൻ്റ് ആയതാണോന്നും അറിയത്തില്ല കേട്ടോ. നല്ല ബെസ്റ്റ് ബ്ലോക്ക് ഉണ്ട്. പുറകിലെ എല്ലാ വണ്ടികളും കാണാം. നല്ല ബ്ലോക്കായിരുന്നല്ലോ. ഒരു 1/2 മണിക്കൂർ. ഒരു 40 മിനിറ്റോളം കിട്ടി. എന്തൊരു സംഭവം അറിയില്ല. ഇവിടെ റോഡ് പണിയാണ്. ഓടെന്തോ അവരിട്ട് ഉറപ്പിക്കുക എന്താ പരിപാടിയായിരുന്നു. അല്ല എവിടെയാണ് ഇപ്പോൾ അവരിപ്പം പണിത് ഉറപ്പിച്ചത്.
JCB കാരനാണ് ചെയ്തത്. അങ്ങോട്ട് നല്ല വരികട്ടാ. അവൾ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ നല്ല വരിക. ഒന്നാമത്തെ കാര്യം ഈ കുത്തിക്കയറി പറഞ്ഞാണ് ഈ മെയിനായിട്ട് ഈ ബ്ലോക്ക് പറഞ്ഞത്. ആ ഒരു ബസ്സേരം കയറുന്നതാണോ കാറുകാർ. AC വണ്ടിയാണ്, AC സ്റ്റേറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല വരി. വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയി വഴിക്ക് വീതി കൂട്ടണം, മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ട്. ഈ വഴിക്ക് ഇപ്പോഴാണെന്ന് വെച്ചാലേ ഇപ്പം റോഡ് പണിയാണ്. എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് മൊത്തം റോഡ് പണി കാരണേ ബ്ലോക്ക് നല്ല ബെസ്റ്റ് ബ്ലോക്കാണ്. നമ്മൾ ബ്ലോക്ക് തീരാൻ പോവാണ്. പ്രൈവറ്റ് ബസ് ഉണ്ടോ? പ്രൈവറ്റ് ബസ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സും ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടി ഒരു കലാപമില്ല നമ്മുടെ നാട്ടിലെ പോലെ. കാരണം അവരവരുടെ രണ്ടുപേരുടെ കാര്യം നോക്കി പോകണം. നമ്മുടെ നാട്ടിലാണ് പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് വണ്ടികൾ. ഞാൻ മൊബൈലിൻ്റെ സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ ഒരു കട കണ്ടപ്പോൾ നിർത്തിയതാ. ഇവിടെ ഇല്ല സാധനം. നമുക്ക് അടുത്ത ഞാൻ 2-3 വരണ ചൊക്കെ നോക്കി ഒറ്റ കാലത്തൊന്നും കിട്ടണില്ല. നമുക്ക് പറ്റണത് കിട്ടണില്ല, ബലമുള്ള ടൈപ്പ് കിട്ടണില്ല. ഇവിടെ ഒന്നുമില്ല. നമ്മളങ്ങനെ ആ കട്ടറിൻ്റെ വാങ്ങണ വഴിയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ റോഡിൽ കയറി ആ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 10-30 കിലോ 10-20 കിലോമീറ്റർ ഓടാൻ റോഡ്. ആ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെ കേട്ടത്. മൈലേജ് ഇല്ലാത്തതിൻ്റെ നമുക്ക് തെങ്ങും തൊട്ടൊന്നും കാണാം. 20 കിലോമീറ്റർ ഓടൽ ടാസ്ക് തന്നെയാണ്. ഇനി നമുക്ക് ഹാരൂർ വരും. അത് കഴിഞ്ഞ് ഊത്തങ്കര കഴിഞ്ഞാൽ തിരുപ്പത്തൂർ. ഇതാണ് ഹാരൂർ ടൗൺ. ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് ഭക്ഷണം ചെയ്യാനൊരു സൈഡാക്കിയതാണ്. കഴിച്ചിട്ടില്ല. എന്താ ബാ ഹാരൂർ ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം വന്നു. ഫ്രൈഡ് റൈസ് കഴിക്കണം. ഫ്രൈഡ് റൈസ് അങ്ങനെ ഭക്ഷണം കഴിച്ച് വണ്ടി എടുത്ത് പോവാ. റേറ്റ് കുഴപ്പമില്ലടാ, 130 രൂപ. കുഴപ്പമൊന്നുമില്ല. ഇല്ല ഞാനിവിടെ വണ്ടി ഒതുക്കാൻ സൗകര്യം കണ്ടാണ് കയറ്റി വെക്കുക. നേരെ ഊത്തങ്കര. സ്കൂട്ടറിൽ പോയ സാധനങ്ങളുണ്ടോ?